എന്നെ കഴക്കൂട്ടത്ത് ഞാൻ ചെല്ലാത്ത ഏതെങ്കിലും ഒരു ഭവനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ 9 വർഷം വിശേഷിച്ച്, അല്ലെങ്കിൽ കഴിഞ്ഞ 10-15 വർഷം എടുത്ത് നോക്കിയാൽ ഞാൻ കഴക്കൂട്ടത്തിലെ ആളുകളുടെ കൂടെ തന്നെയാണ്. അവരുടെ ഒരു വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഇതിനകം പോയിട്ടുണ്ടാവും. അവരുടെ സങ്കടത്തിലും അവരുടെ സന്തോഷത്തിലും ഒക്കെ തന്നെ പങ്കാളിയാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡീലിൻ്റെ ആവശ്യമില്ല. 2021 തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഒരു ഡീലിൻ്റെയും ആവശ്യം എനിക്കുണ്ടായിരുന്നില്ല. നാളെ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആരായിരുന്നാലും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സ്ഥാനാർത്ഥിയോടെ മത്സരിക്കും. ആ സ്ഥാനാർത്ഥി ആരായിരുന്നാലും ഒരു ഡീലും ഇല്ലാതെ തന്നെ ഇടതുപക്ഷ മുന്നണിക്ക് അഭിമാനകരമായിട്ടുള്ള വിജയം കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാമ്പത്തിക അന്തരീക്ഷത്തെ സൃഷ്ടിക്കാൻ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഡീൽ ജനങ്ങളുമായിട്ട് മാത്രമാണ്. എനിക്ക് ഡീലുണ്ട്. അതാരുമായിട്ടെന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ കക്ഷി വ്യത്യാസമില്ലാത്ത ജനങ്ങളുമായിട്ടാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെ മാത്രം ആളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്നെ കഴക്കൂട്ടം മണ്ഡലക്കാർ കാണുന്നില്ലെന്നുള്ളതാണ് എൻ്റെ അഭിമാനവും എൻ്റെ വിജയവും. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് മത്സരിച്ചത്. ജനപ്രതിനിധിയായപ്പോൾ ജനങ്ങളുടെ ആകെ പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കാൻ എൻ്റെ പാർട്ടി എന്നോട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ജനങ്ങളുടെ ആകെ പ്രതിനിധിയാകണം, ജനങ്ങളുടെ ദാസനാകണം. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാർ. അവിടെ മുന്നിൽ കലഹിക്കാനോ അവരോട് അഹങ്കാരത്തോടു കൂടി സംസാരിക്കാനോ ഒന്നും തന്നെ പാടില്ല. ഞാൻ അങ്ങനെ പെരുമാറിയിട്ടുള്ളൂ. ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ വിനീത വിശ്വസ്ത വിധേയ ദാസനെ പോലെ പ്രവർത്തിക്കുകയാണ് ഞാൻ. എനിക്കതിൽ അപമാനം തോന്നിയിട്ടില്ല. അഭിമാനമായിട്ടാണ് ഞാനത് കരുതുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കഴക്കൂട്ടം മണ്ഡലത്തിലെ ജനങ്ങളോടുള്ള എൻ്റെ ഡീൽ അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഡീലാണ്. അവിടെ കോൺഗ്രസ്സുകാരായിരുന്നാലും BJPക്കാരായിരുന്നാലും മാർക്സിസ്റ്റുകാരായിരുന്നാലും രാഷ്ട്രീയമുള്ളവരായിരുന്നാലും ഇല്ലാത്തവരായിരുന്നാലും അവരുടെ എല്ലാം ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിക്കാനുള്ള മനസ്സും ഹൃദയവും എനിക്കുണ്ട്. അങ്ങനെ തന്നെ പ്രവർത്തിക്കും. രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട്. പക്ഷേ ആരോടും വ്യക്തിവിരോധം വെച്ച് പുലർത്താൻ ഞാൻ തയ്യാറേ അല്ല. ആര് പറഞ്ഞാലും തയ്യാറല്ല. എല്ലാവരും എൻ്റെ സഹോദരങ്ങളെ പോലെയാണ് ഞാൻ കാണുന്നത്. വ്യക്തിവിരോധം ആരോടും വെച്ച് പുലർത്താൻ, അതെൻ്റെ പാർട്ടിക്കകത്തായിരുന്നാലും ശരി പുറത്തായിരുന്നാലും ശരി, ഒരു വ്യക്തിപരമായിട്ടുള്ള വിരോധം വെച്ചുകൊണ്ട് ഒരു വിഷയത്തെ സമീപിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല. അത് കോൺഗ്രസിൻ്റെ പ്രതിനിധികളായിട്ട് ഇവിടെ ഇപ്പം എനിക്ക് നേരിട്ട് ബന്ധപ്പെടേണ്ടി വരുന്നത് കൗൺസിലർമാരുമായിട്ടാണ്. BJPക്ക് 5-6 കൗൺസിലർമാരുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും കൗൺസിലർമാരുണ്ട്. നിങ്ങൾക്ക് അവരോട് ചോദിച്ചു നോക്കാം. ഈ കഴിഞ്ഞ 5 വർഷത്തെ കൗൺസിൽ കാലാവധിക്കിടയിൽ MLAയുടെ സഹകരണം എങ്ങനെയായിരുന്നു? ഞാൻ ഏതെങ്കിലും കൗൺസിലറുടെ രാഷ്ട്രീയം നോക്കിയല്ല പ്രവർത്തിക്കുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ പുകഴ്ത്തി സംസാരിക്കുന്നതും ആ കൗൺസിലർമാരാണ്. കാരണം അവരെ നോക്കിയല്ലല്ലോ നമ്മൾ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ട പിന്തുണ കൊടുക്കുന്നത്. ജനങ്ങളല്ലേ പ്രധാനമെന്ന് പറയുന്നത്. കൗൺസിലർമാർ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ്. അവരോടുള്ള സ്നേഹവും വാത്സല്യവും നിലനിർത്തുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം തന്നെ ഏത് അർദ്ധരാത്രിയും ഏത് സമയത്തും കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്നല്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രാപ്യനാണ് ഞാൻ. എൻ്റെ വീടിൻ്റെ വാതിൽ ഏത് സമയത്തും ആളുകൾക്ക് വേണ്ടി തുറന്നു കിടക്കുന്നതാണ്. എന്നെ ഏത് സമയത്തും അവർക്ക് ഫോണിൽ കിട്ടും. എന്നെ കിട്ടിയില്ലെങ്കിൽ ഞാൻ അവരെ തിരിച്ചു വിളിക്കും. എന്നെ വിളിച്ചിട്ട് സാർ എന്നെ വിളിച്ചില്ലല്ലോ, അല്ലെങ്കിൽ സഖാവ് എന്നെ വിളിച്ചില്ലല്ലോ, അല്ലെങ്കിൽ MLA എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റില്ല. എന്നെ ടെലിഫോണിൽ ഒരാൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ തിരിച്ചു വിളിച്ചിട്ടുണ്ടാവും. ആരാണ് വിളിച്ചതെന്ന് അന്വേഷിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ പ്രശ്നം എന്താ ചോദിച്ചിട്ടുണ്ടാവും. എന്നെ കാണാൻ ഒരു കത്തിൻ്റെയും ആവശ്യമില്ല. ഒരു കത്തുമായിട്ട് ആരും വരേണ്ട കാര്യമില്ല. ഒരു പരിചയപ്പെടുത്തലിൻ്റെയും ആവശ്യം എനിക്കില്ല. വരുന്ന ആളുകൾ ആരായിരുന്നാലും ശരി, അവരോട് ഏത് രാഷ്ട്രീയമെന്ന് ഞാനിത് ഇന്നുവരെ ചോദിച്ചിരുന്നു. നിങ്ങളുടെ രാഷ്ട്രീയം ഏതാണ്? നിങ്ങൾ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണ്? നിങ്ങൾ പാർട്ടിക്കാരുടെ കത്ത് മേടിച്ചുകൊണ്ട് പോകാം. ഞാൻ ഇന്നുവരെ അവരോട് പറഞ്ഞില്ല, ആരോടും ചോദിച്ചിട്ടില്ല. വരുന്നവരാരായിരുന്നാലും ശരി, അവർ പറയുന്നതിനകത്ത് കുറച്ച് കാര്യമുണ്ടെന്ന് കണ്ടാൽ ആ കാര്യം നിറവേറ്റാൻ ഏതറ്റം വരെയും അവരോടൊപ്പം പോകാൻ ഞാൻ തയ്യാറായിട്ടുണ്ട്. അതാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെയാണ് 2021 എന്തെല്ലാം തരത്തിലുള്ള
പ്രചാരണ കോലാഹലങ്ങളും പണത്തിൻ്റെ കുത്തൊഴുക്കുമാണ് ഇവിടെ ഉണ്ടായതെന്നുള്ളത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കെല്ലാം നന്നായിട്ടറിയാം. അല്ല, നല്ല 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 കാഫലമുള്ള മാവിലെ പിള്ളേർ എറിയാറുണ്ട്. ഇപ്പോൾ ഇവരെ പറ്റി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളെല്ലാം കൂടെ വരുമോ? സെക്രട്ടറി ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥി തീരുമാനിച്ചത്. എനിക്കൊരു റോളുമില്ല. ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ നിങ്ങളെല്ലാം കൂടെ ഇങ്ങനെ പിന്നെ ഈ പിന്നെ കമ്പ് കൊടുത്തുകൊണ്ട് വരുമോ? വരില്ലല്ലോ. എന്നെപ്പറ്റി പറഞ്ഞാൽ വരും. അത്രയും കണ്ടാൽ മതി അതിന്. എപ്പോഴും അയാൾ പുകഴ്ത്താറുണ്ട്. അത് കുറച്ച് ദിവസത്തിന് മുമ്പ് മാത്രമല്ല, അയാൾ മാത്രമല്ല അവിടെ ഞാൻ സഹോദരിമാരെ പോലെ മക്കളെ പോലെ കരുതുന്ന ഗായത്രി ആയിരുന്നാലും അപ്പുറത്തെ അർച്ചനയായിരുന്നാലും ഇപ്പോഴത്തെ ബിന്ദു ആയിരുന്നാലും ഇവരെല്ലാവരും എന്നെ സ്ഥിരം പോറ്റിക്കൊണ്ടിരിക്കുന്നവർ തന്നെയാണ്. ഞാൻ അവരോടൊക്കെ നന്നായിട്ട് പെരുമാറുന്നത്. ആ വാർഡിലെ അവരെല്ലാം ആ വാർഡിലെ ജനങ്ങളെയാണ് ഞാൻ നോക്കുന്നത്. ഇഷ്ടം പോലെ വാരിക്കൊരു കൊടുക്കുകയല്ലേ, എല്ലാ വാർഡിലും കൊടുക്കുന്ന പോലെ അവിടെ കൊടുക്കും. അപ്പോൾ അവർ പുകഴ്ത്തും. അത് ഇന്നലെ ഞാൻ പുകഴ്ത്തി തുടങ്ങിയല്ല, 5 വർഷമായിട്ട് നിരന്തരം പുകഴ്ത്തുകയാണ്. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ശത്രുതയില്ലെന്ന്. രാഷ്ട്രീയമായിട്ടേ ശത്രുതയുള്ളൂ. ഒരു വ്യക്തിയോടും പേഴ്സണലായിട്ടുള്ള ശത്രുത കടകംപള്ളി സുരേന്ദ്രൻ വെച്ച് പുലർത്തിയിട്ടില്ല, പുലർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ആര് പറഞ്ഞാലും നാളെയും പുലർത്തുകയല്ല. ക്ലിയർ അല്ലേ? ആയിക്കോട്ടെ, അതിനൊന്നും മറുപടി ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ തന്നെ വെച്ച് നിങ്ങൾ നടത്തിക്കൊണ്ടാൽ മതി. അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ദൗർബല്യമായിട്ട് കണ്ടാണ്, സംഘടനാപരമായി ഞങ്ങളുടെ ദൗർബല്യമായിട്ട് കണ്ടാണ്. എനിക്കിപ്പോൾ പറയാൻ പറ്റുകയല്ല. 2 പ്രാവശ്യം ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും ഇവരെ പുറത്താക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ ഒന്നുകിൽ കർഷക തൊഴിലാളി യൂണിയൻ്റെ വേഷത്തിൽ വരും, ഇല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ വർക്കേഴ്സിൻ്റെ വേഷത്തിൽ വരും. പിന്നെ സജീവമായിട്ട് പ്രവർത്തിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വളരെ ആക്റ്റീവായിട്ട് രംഗത്തുണ്ടാവും. അപ്പോൾ ഒരു പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കും. അങ്ങനെ സംഭവിക്കുന്നു. അവർക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം മനസ്സിലാക്കാൻ കഴിയാതെ പോയൊരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ സ്വയം വിമർശനം നടത്തുന്നുണ്ട്. എന്താ ഞാൻ കമ്മിറ്റിയിൽ എന്ത് പറഞ്ഞു എന്ന് ഇപ്പോൾ ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പാർലമെന്ററി വ്യാമോഹം ആർക്കും പാടില്ലെന്നാണ് ഞങ്ങൾ പൊതുവെ പറയാറുള്ളത്. അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ ബാധിക്കുന്ന കാര്യമല്ല. എല്ലാവരോടും ഞങ്ങൾ പറയാറുണ്ട്, പാർലമെന്ററി ചിലപ്പോൾ മോഹമൊക്കെ ആകാം, പക്ഷേ വ്യാമോഹമാകരുത്, അത് അതിര് കവിയരുത്. അതൊക്കെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പരസ്പരം എപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ്. എല്ലാം തിരിച്ചു പിടിക്കും. റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജനങ്ങളോട് ചേർന്ന് നിന്ന് അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരാളിന് ഞങ്ങളെക്കുറിച്ചൊന്നും പറയാൻ പറ്റുകയില്ല. നിങ്ങൾ പൗടിക്കോണം എടുത്തു നോക്കിയോ, ചെല്ലമംഗലം എടുത്തു നോക്കിയോ, ഏത് പ്രദേശം എടുത്തു നോക്കിയോ, സർക്കാരിൻ്റെ സഹായം എത്താത്തതായിട്ടുള്ള ഒരിടം അവിടെ ഇല്ല. ഇവരിത് പൂഴ്ത്തി പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടം കൊണ്ടാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാരാണ്. കേട്ടുകൊണ്ടിരിക്കുന്നതേ നാട്ടുകാരാണ്. അവിടെ ഗവൺമെൻറ്റിനെതിരായിട്ടോ എനിക്കെതിരായിട്ടോ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ ഈ നാട്ടുകാരുണ്ടാവും. വ്യക്തിപരമായ ഇഷ്ടമല്ല. അങ്ങനെ കാണണ്ട. ഈ ശബരിമല വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ആവർത്തിക്കാനുള്ളത്. നിങ്ങൾ അന്ന് എന്നോട് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത്, ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ, ഹൈക്കോടതി തന്നെ നേരിട്ട് നിയോഗിച്ച അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അവരതിൻ്റെ ശരിയായിട്ടുള്ള വഴിയിൽ തന്നെ അന്വേഷിക്കും. കുറ്റവാളികൾ ആരായിരുന്നാലും ശരി, അവർ സ്വാഭാവികമായിട്ടും ശിക്ഷയ്ക്ക് വിധേയരാകും. ഇത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞു, കുറച്ച് കാത്തിരിക്കാൻ പറഞ്ഞു. ഹൈക്കോടതി 16 ആഴ്ചയോ 13 ആഴ്ചയോ അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞല്ലോ. അതെ, അത്രയും സമയം നിങ്ങളൊന്ന് കാത്തിരിക്കൂ, ഒന്ന് ക്ഷമ കാണിക്കൂ. വാസു കമ്മീഷനായിരുന്ന കാലത്ത് ഒരു ഫയലിൽ ഇതുമായി ബന്ധപ്പെട്ട ഫയലിലിട്ട ഒപ്പാണ് ഇതിൻ്റെ വാസു ഇതിനകത്ത് പ്രതിയാകുന്നത്. അതൊക്കെ പോലീസ് അന്വേഷിക്കുകയല്ലേ. അദ്ദേഹത്തിന് ഇതിനകത്ത് എത്ര റോളുണ്ട് തുടങ്ങിയുള്ള കാര്യങ്ങൾ അത് പോലീസ് അന്വേഷിച്ചു. പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അല്ല അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെ ഈ അന്വേഷക സംഘം അന്വേഷിച്ചിട്ടുള്ളത്.
കമ്മീഷനായിരുന്ന കാലത്ത് ഉദ്യോഗസ്ഥന്മാർ നൽകിയ ഫയലിൽ അവർ ഒപ്പിട്ടത് അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളിൽ അത് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അദ്ദേഹം സാധിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വാസു വളരെ സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത് എന്ന് എൻ്റെ ബോധ്യം, ഞാനും അദ്ദേഹവും തമ്മിലുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അല്ലാതെ എനിക്ക് അദ്ദേഹം ഏതെല്ലാം ഫയലുകളാണ് അന്ന് കൈകാര്യം ചെയ്തത്, ഏതെല്ലാം തീരുമാനങ്ങളാണ് ബോർഡ് എടുത്തിട്ടുള്ളത്, ബോർഡിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളോ അവിടെ നടക്കുന്ന കാര്യങ്ങളോ ഒന്നും മന്ത്രി അറിയേണ്ട കാര്യമില്ല. മന്ത്രി അറിയിക്കാറില്ല. മന്ത്രിയുടെ അടുക്കൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു ഫയലും വരാറില്ല. ഈ ദേവസ്വം ബോർഡിന് മാത്രമല്ല, കേരളത്തിലെ 5 ദേവസ്വം ബോർഡുകളുടെയും ഒരു ഫയലും ദേവസ്വം മന്ത്രിയുടെ മുന്നിൽ വരാറില്ല. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങളിങ്ങനെ എഴുതുകയും വരയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു ഫയൽ ദേവസ്വം മന്ത്രിയുടെ മുന്നിൽ വരണ്ടേ? ദേവസ്വം ബോർഡിൻ്റെ ഒരു 5 രൂപ ചിലവാക്കുന്ന ഒരു ഫയലെങ്കിലും വരണ്ടേ? ഒരു ഫയലും വരുന്നില്ല. അതാണ് ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്. അല്ലാതെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ ഭരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ എടുക്കുന്ന തീരുമാനത്തിന് അവസാനം അടിയിൽ മന്ത്രി ഒപ്പിടുന്നത് പോലെ ഒരു ദേവസ്വത്തിൻ്റെ ഫയലിലും മന്ത്രി ഒപ്പിടേണ്ട കാര്യമില്ല. ഒരു ഫയലും ദേവസ്വം മന്ത്രി അടുക്കലേക്ക് അയക്കേണ്ട കാര്യമില്ല. ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം അത് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനമാണ്. അവിടെ അവസാനിച്ചു. അത് കഴിഞ്ഞാൽ ഇപ്പോൾ അവരെ നിരീക്ഷിക്കാനായിട്ട് ഹൈക്കോടതിയുണ്ട്. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചുണ്ട്. ആ ബെഞ്ചിലേക്കാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ പോകുന്നത്. ഗവൺമെൻറ്റിലേക്ക് വരേണ്ട ഒരു കാര്യം, സർക്കാരിൻ്റെ ഒരൊറ്റ കാര്യമേ അതിനകത്ത് ചെയ്യാനുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങൾ മെച്ചപ്പെട്ട തരത്തിൽ നടത്തുക, ഏറ്റവും നല്ല നിലയിൽ നടത്തുക, ഒരു പോരായ്മയും വരാത്ത തരത്തിൽ ഭംഗിയായിട്ട് നടത്തുക. ഇത് മാത്രമേ യഥാർത്ഥത്തിൽ സർക്കാരിന് ചെയ്യേണ്ട കാര്യമുള്ളൂ. സർക്കാർ ഇത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്, ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പവും വരുന്നില്ല. നിങ്ങൾ തന്നെ ഓരോ മണ്ഡലകാലം കഴിയുമ്പോഴും മകരവിളക്ക് കഴിയുമ്പോഴും ഇവിടെ ആറ്റുകാലമ്പലത്തിലെ ഉത്സവം കഴിയുമ്പോഴും നിങ്ങൾ തന്നെ പറയാറുണ്ട്, ആ ഒരു ദിവസം നിങ്ങൾ പറയുള്ളൂ, പിറ്റേ ദിവസം നിങ്ങൾ പറയുകയില്ല, അതറിയാം. പക്ഷേ ആ ഒരു ദിവസം നിങ്ങൾ പറയും ഗംഭീരമായിരുന്നു, പിന്നെ ഇപ്രാവശ്യത്തെ മണ്ഡലകാലം വളരെ ഉജ്ജ്വലമായിരുന്നു എന്നൊക്കെ നിങ്ങൾ പറയും. പിന്നെ നിങ്ങൾ പറയില്ല. അത് അങ്ങനെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിൽ പ്രോജ്വലമായിട്ടുള്ള ഒരു പ്രവർത്തനം ഈ ഉത്സവങ്ങൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുക എന്ന ആ ദൗത്യം മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്കുള്ളത്. പിന്നെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്, ഈ 2 ഗവൺമെൻറ്റുകളും നമ്മുടെ നാട്ടിലെ ആരാധനാലയങ്ങൾക്ക് വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. അമ്പലം പണിയാനല്ല, അമ്പലത്തിലെത്തുന്നതായിട്ടുള്ള ഭക്തജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും. ഇപ്പോൾ അപ്പുറത്തോട്ട് നിങ്ങളെല്ലാം വന്ന സ്ഥിതിക്ക് ഇവിടുന്ന് ഈ മഹാദേവ ക്ഷേത്രം വരെ ഒന്ന് പോകണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടുന്ന് ഒരു 2-3 മിനിറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് പോയാൽ മഹാദേവ ക്ഷേത്രത്തിലെത്താം. അവിടെ 1.5 കോടി രൂപയുടെ ഒരു മണ്ഡപം നിർമ്മിച്ചിട്ടുണ്ട്. 10 കോടിയുടെ വേറൊരു പ്രോജക്റ്റ് അവിടെ പൂർത്തീകരിച്ച് 99.99% പൂർത്തീകരിച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോകണമെന്ന്. അതാണ് ഈ ഗവൺമെൻറ് ഇടത്താവളം. പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സ്വപ്ന പദ്ധതികളിലൊന്നാണ് കേരളത്തിലെ 10 ഇടത്താവള പദ്ധതി എന്ന് പറയുന്നത്. അതിലൊന്ന് ഈ കഴക്കൂട്ടത്തെ മഹാദേവ ക്ഷേത്രത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്.